ഇതൊക്കെ ഏത് പടം? സുഷിൻ ശ്യാമാണ് ശരിക്കും ഞാൻ ഈ പടം കാണാനായിട്ടുള്ള ഒരു കാരണം. എന്താണെന്ന് അറിയാനുള്ള എന്തോ ക്യൂരിയോസിറ്റി ഇല്ലേ? ഹലോ ഓൾ, ഈസി സീരി ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു പുതിയ വീഡിയോയുടെ ടീസർ വന്നിട്ടുണ്ട്, സിനിമയുടെ ടീസർ വന്നിട്ടുണ്ട്. ഉള്ളൊഴുക്ക് എന്നാണ് സിനിമയുടെ പേര്. ഉണ്ടായിരിക്കും ഇതൊക്കെ ഏത് പടം എന്നുള്ള ഒരു ഇതിലിരുന്നതാ. ഇത് അങ്ങനെ ചോദിച്ചാൽ എനിക്ക് വലിയ പിടുത്തില്ല. പക്ഷെ സുഷിൻ ശ്യാം ആണ് മ്യൂസിക് ചെയ്യുന്നത്. നമ്മുടെ ഒരു ഇതുവരെയുള്ള ഒരു കാഴ്ചപ്പാട് വെച്ചിട്ട് പുള്ളിയുടെ പടമൊന്നും അങ്ങനെ, പുള്ളി മ്യൂസിക് ചെയ്ത പടമൊന്നും അങ്ങനെ പാർവതി തിരുവോത്ത്, ഉർവശി ടോപ്പ് ക്യാരക്ടേഴ്സ് തന്നെ. മറ്റേ തിരിച്ചുവരവെന്നൊക്കെ പറയുന്ന പോലെ ഒരു തിരിച്ചുവരവ്. അതെ അതെ ഗ്യാപ്പ് എടുത്താണ്. പക്ഷെ ഇപ്പം സുഷിൻ ശ്യാമാണ് ശരിക്കും ഞാൻ ഈ പടം കാണാനായിട്ടുള്ള ഒരു കാരണം, ടീച്ചർ കാണാനായിട്ട് ശ്രദ്ധിക്കാനായിട്ടുള്ള കാരണം വെച്ചാൽ പുള്ളി ഇങ്ങനെ ഭീഷ്മപർവം അങ്ങനെ വന്നിട്ടുള്ള രോമാഞ്ചം, ആവേശം, അടുത്തിറക്കിയ പടങ്ങളെല്ലാം ഹിറ്റുമാണ്. നല്ല പുള്ളിക്ക് നല്ലൊരു സ്ക്രിപ്റ്റ് സെലക്ഷൻ ഒക്കെ ഉണ്ട്. പുള്ളി മ്യൂസിക് ചെയ്യുന്ന ആളല്ലേ? ഇല്ല, മ്യൂസിക് എന്താന്ന് വെച്ചാ അയാൾ ഒരിക്കലും സ്ക്രിപ്റ്റ് വായിച്ചിട്ടായിരിക്കും കഥ പറയും. ശരി, അപ്പൊ പുള്ളിക്ക് കൈൻഡ് ഓഫ് സ്ക്രിപ്റ്റ് സെലക്ഷൻ അവിടെ നടക്കുന്നുണ്ട്. മ്യൂസിക് ഇതിനകത്ത് ഒരു കാരണമുണ്ട്. ഇപ്പം നടക്കുന്നുണ്ട്. ചുമ്മാതൊന്നുമല്ല. ഇപ്പം പുള്ളിക്കും ഇഷ്ടപ്പെടുന്ന കഥകളെ പുള്ളിക്ക് തിരഞ്ഞെടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇപ്പൊ പാർവതി തിരുവോത്ത്, ഉർവശി രണ്ടുപേരും ആക്ടിങ്ങിന്റെ കാര്യത്തില് ബെസ്റ്റാ. പാർവതി തിരുവോത്തിന്റെ മറ്റേ പുഴു കണ്ടിട്ടുണ്ടോ നീ? പുഴു സൂപ്പർ. അതിൻ്റെതൊക്കെ വെടിക്കെട്ടാ അടിപൊളി ഇതിനാണ്. ശരിക്കും നല്ല വെടിക്കെട്ട് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. നമുക്ക് കൂടുതൽ വലിച്ചു നീട്ടാതെ ടീച്ചർ കാണാം, കാര്യത്തിലേക്ക് പോകും. RSVP ആലപ്പുഴയാണ്. ഞാൻ എൻ്റെ സ്വന്തം മോളെ പോലെയാ നിന്നെ സ്നേഹിച്ച്. അതോർത്തെങ്കിലും ഉള്ളത് പറയണം. അറിയാൻ സൈനേഡ്. അമ്മച്ചിക്ക് എന്നെ വിശ്വാസമില്ലേ? അല്ലല്ല, ഫാമിലി സീക്രട്ട് അല്ലേ പറഞ്ഞത്? റോസം ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഈ പറയുന്നത്. അമ്മച്ചി ഞാൻ അയ്യോ ഇനി എന്നെ അങ്ങനെ വിളിക്കരുത്. എന്തോ ഉള്ളൊഴുക്ക് ക്രിസ്റ്റോ ടോമി. ടീസർ ഇൻ സിനിമാസ് 21 ജൂണിലുണ്ട്. പക്ഷേ ട്രെയിലർ വരാനുണ്ട്. ഇതിന്റെ ഞാൻ എന്തോ ഇങ്ങനെ കണ്ടപ്പോൾ എല്ലാവർക്കും എന്തോ ഹൈഡ് ചെയ്യാനുണ്ടെന്ന് ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു ഫോട്ടോ പറഞ്ഞു. ഇപ്പം ടീച്ചറായിട്ട് വന്നപ്പോഴും അതുപോലൊക്കെ തന്നെ എന്തോ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് എന്താണെന്നാണ് അറിയാനുള്ളത്. ഒരു നിഗൂഢതയൊക്കെ ഉണ്ടല്ലേ? നിഗൂഢതല്ല, ഒരു എന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി ഇല്ലേ? ഇപ്പം ബോഷനാണോ അതോ കത്തിയില്ല, അതാണ് ഞാൻ മിണ്ടാത്തെ. അല്ല, എല്ലാവരുടെയും കണ്ണിലൊരു, ഇപ്പം ഓരോരുത്തരുടെ കണ്ണിലൊരു ഭീതി, അല്ലെങ്കിൽ എന്തിനങ്ങനെ ചെയ്തു എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂ എല്ലാരും കാണുന്നത്. എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇത് മതി, ഇതാ ടീച്ചർ. എന്തോ ഉണ്ട്, എന്തോ സംഭവിച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാം. ട്രെയിലർ വരുമ്പോ കുറച്ചുകൂടെ ഐഡിയ കിട്ടേണ്ടതാണ്. 21 ജൂണിൽ പടം ഇറങ്ങുന്നുണ്ട്. അപ്പം ട്രെയിലർ വരട്ടല്ലേ? അപ്പം ബൈ. അമ്മേ.